ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്? പൗലോ കൊയ്ലോയുടെ വളരെ ഫേമസ് ആയിട്ടൊരു വാചകമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ ലോകം തന്നെ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ പലർക്കും ഇത് ആപ്ലിക്കബിൾ അല്ലാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അവർ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി കൂടിയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ജീവിതത്തിലെ പല സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും മറ്റുള്ളവർക്ക് വേണ്ടി വെക്കുന്ന, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, പങ്കാളിക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, എന്തിന് സമൂഹത്തിന് വേണ്ടി പോലും ചിലർ സ്വന്തം ആഗ്രഹങ്ങളെ കുഴിച്ചു മൂടി ജീവിക്കുന്നവരാണ്. കുട്ടിക്കാലത്ത് ടൂർ പോകണമെന്നോ സിനിമയ്ക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ പൊയ്ക്കോളൂ എന്ന മറുപടിയിൽ തുടങ്ങുന്നതാണ് പെൺകുട്ടികളുടെ ആഗ്രഹങ്ങളെ മൂടി വയ്ക്കാനുള്ള അവർക്ക് കിട്ടുന്ന പ്രാക്ടീസ്. അതുപോലെ ഇഷ്ടമുള്ളൊരു വിഷയം പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിട്ടും വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ആലോചിച്ചിട്ട് അത് പിന്നീടാകാമെന്ന് സ്വന്തം മനസ്സിനെ പഠിപ്പിച്ചിട്ട് ആ ആഗ്രഹത്തെ വലിച്ചെറിയുന്ന ആൺകുട്ടികളും ഒരുപാടുണ്ട്. എന്നാൽ പഠിച്ച് കഷ്ടപ്പെട്ടൊരു ജോലി നേടിയാൽ പോലും സാക്ഷാത്കരിക്കാൻ പറ്റാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ മൂടിവെച്ച് ജീവിക്കുന്നവരുമുണ്ട്. ഓരോ മാസവും ബാങ്കുകാർക്ക് കാശടച്ച് തീർക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്വപ്നങ്ങളൊക്കെ പൂട്ടിക്കെട്ടി ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. വിവാഹശേഷം കൂട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും മാറിപ്പോകേണ്ട അവസ്ഥയുള്ള പുരുഷന്മാരെയും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പോലും ഭർത്താവിനെ ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളെയുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ആഗ്രഹ സഫലീകരണത്തിന് എവിടെയാണ് സ്ഥാനം? എല്ലാവരും ഇവരെ പോലെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ജീവിക്കുന്നവരല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം അതിന് സാധിക്കുന്നില്ല? ജീവിതത്തിൽ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവാണ്. പക്ഷെ അവരിൽ പലരും തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് സ്വന്തം ഇഷ്ടങ്ങളെ തൊട്ടാവാടി ഇലകൾ പോലെ മടക്കി തന്നിലേക്ക് തന്നെ ചേർത്ത് വെച്ച് ജീവിക്കുന്നവരാണ്. മധ്യവയസ്കയായ ഒരു സ്ത്രീക്ക് ഒരു മോഡേൺ വസ്ത്രം ധരിക്കണമെങ്കിലോ, അയാൾക്ക് പുതുതായി എന്തെങ്കിലും പഠിക്കണമെങ്കിലോ ആദ്യം ചിന്തിക്കുന്നത് നാട്ടുകാരെന്ത് ചിന്തിക്കും, ആളുകൾ എന്ത് പറയും, അവരെന്നോട് അങ്ങനെ പറയുമോ, അല്ലെങ്കിൽ മക്കൾ സമ്മതിക്കുമോ എന്നൊക്കെയാണ്. ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മറന്ന് മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയും അവരുടെ മുന്നിൽ എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും പലരും പലതും വിട്ടുകൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കി ഒരു പുതിയ ആളായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അത് കുറച്ച് ഫേക്കല്ലേ? പിന്നീട് ആ പോയ ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കി തീർത്ത കഥാപാത്രമായി മുന്നോട്ട് ജീവിക്കേണ്ടി വരുന്നു എന്നർത്ഥം. ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ: കഴിയുന്നതും നമ്മൾ നമ്മളായി തന്നെ നമുക്ക് വേണ്ടി ജീവിക്കുക. അതറിഞ്ഞ് ഇഷ്ടപ്പെടുന്നവരും കൂടെ നിൽക്കുന്നവരും മതി നമുക്ക്. ഇത് കൂട്ടുകാരായാലും പങ്കാളിയായാലും വേറെ ആരായാലും, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയും ജീവിക്കുകയും സ്വയം ജീവിതം മറക്കുകയും ചെയ്താൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രസക്തിയാണുള്ളത്, എന്തർത്ഥമാണുള്ളത്? നമുക്കൊക്കെ ഉള്ളത് ഒരു വളരെ ചെറിയ ലൈഫാണ്. ഈ വീഡിയോയുടെ ഒരു ഭാഗത്ത് പോലും നിങ്ങൾ സ്വാർത്ഥരാകരുത്, നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ജീവിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങളെപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കുക? നിങ്ങളുടെ കണ്ണ് ഒന്നുകൂടി തുറന്നു നോക്കുക. എന്നിട്ട് നിങ്ങളെന്ന് പറയുന്ന യാഥാർത്ഥ്യം നിങ്ങൾ തന്നെയാണോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് തീരുമാനിക്കുക, ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണോ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഗംഭീരമാണ്. പക്ഷേ അത് നിങ്ങൾ തന്നെയാണോ അതോ നിങ്ങളിലേക്ക് വന്നു ചേർന്ന മറ്റാരൊക്കെയോ ചാർത്തി തന്ന ഒരു രൂപമാണോ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആണോ എന്ന് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ബൈ.